ചെയ്ത പാവം നിങ്ങൾക്കറിയാലോ. അത് മുഴുവൻ അള്ള പുറത്തു തരണമെങ്കിൽ ഒന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സോടുകൂടി ഓതി, ഇഖ്ലാസോടുകൂടി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സൂറത്തുൽ ഇഖ്ലാസ് അല്ലാഹു ഓതാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമോ. അറിയാത്ത ആരെങ്കിലും ഉണ്ടാ? ഇല്ല. ഓത്, സ്വർഗത്തിൽ വെച്ച് കാണാം. അല്ലാഹു ഭാഗ്യം തരട്ടെ. ചെറുപ്പക്കാര് ചിരിക്കണ, അളിയ ഇയാള് കൊള്ളാം, നിസ്കരിക്കൊന്നും വേണ്ട, ഓതിയ പറയാം. ഐസട്ടയിലെങ്ങും പെയിന്റ് അടിച്ചേക്കരുത് കേട്ടാ, ആ പണി പറ്റൂല. നിസ്കരിച്ചിട്ടാ ഓതേണ്ടത്. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമ്പോ. മൈക്ക് സെറ്റുകാരന്റെ പേരെന്താപ്പാ? ഷാനവാസ. ഒരു 313 രൂപ കൊടുത്തേക്കണം കേട്ടോ. നിനക്ക് വേണ്ടിയാ ഞാൻ കഷ്ടപ്പെടുന്നത്. അള്ളാഹു ബർക്കത്തിക്കുമാറാകട്ടെ. പെണ്ണുങ്ങൾ എത്ര പേര് തന്നല്ലേ? 10-30 ഇൻഷാ അല്ലാഹ് മതി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുആ സ്വീകരിക്കൂലേ? ദുആ സ്വീകരിക്കൂലേ? ഇതെന്താപ്പാ നിയമസഭയാ? ദുആ സ്വീകരിക്കൂലേ? എനിക്ക് ഇൻഷാ അല്ലാഹ് ഒന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് പറയുന്നത് എന്തിനാ? ഇൻഷാ അല്ലാഹ് പറയുന്നത് എന്തിനാ? ഇൻഷാ അല്ലാഹ് പറയുന്നത് എന്തിനാ? സംശയമുള്ള കാര്യത്തിൽ. അപ്പൊ നിനക്ക് ദുആ ചെയ്താ സ്വീകരിക്കുമോ എന്ന് സംശയമാണ് അല്ലേ? സംശയമുള്ള കാര്യത്തിനാണ് ഇൻഷാ അല്ലാഹ് പറയുന്നത്. ദുആ ചെയ്താ സ്വീകരിക്കുമെന്ന് ചോദിക്കുമ്പോ ഇൻഷാ അല്ലാഹ്, അതിനർത്ഥം നിനക്ക് അല്ലാഹനെ വിശ്വാസമില്ല. അങ്ങനെ പറയാൻ പാടില്ലെന്നാ. അങ്ങനെ പറയാൻ പാടില്ല. ദുആ ചെയ്താ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോ ഇൻഷാ അല്ലാഹ് പറയരുത്. വേറെ എന്തിനു പറഞ്ഞാലും അതിൽ പറയരുത്. അതിനർത്ഥം നിനക്ക് സംശയമുണ്ടെന്നാ. അള്ളാഹു നമ്മുടെ സംശയം മാറ്റി തരുമാറാകട്ടെ. ഇത്രയും നേരം ഇവിടെ ഇരുന്നിട്ട് അവസാനം ദുആ ചെയ്യുമ്പോ ഈ സംശയമാണെങ്കിൽ ഒരുത്തനറിയാം ഞാൻ ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കില്ലാന്ന്. പിന്നെ ഓൻ ദുആ ചെയ്താൽ സ്വീകരിക്കൂ? ഒരാൾക്കറിയാം ഞാൻ ചെയ്താൽ സ്വീകരിക്കത്തില്ല, അള്ളാഹു സ്വീകരിക്കൂ? ഇല്ല. അപ്പൊ ഈ കൂട്ടത്തിൽ നിൽക്കണ ചിലത് നമ്മൾ എന്ത് ചെയ്യണം? ഇറക്കി വിട്ടിട്ട് ദുആ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഓനെ കൂടെ നന്നാക്കണ്ടേ? ഓനെ കൂടെ നന്നാക്കണ്ടേ? ഒരു കഥ പറഞ്ഞു കൊടുക്കാൻ നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ. ഒരു കഥ 1 മിനിറ്റ് നിന്നൂടെ? 1 മിനിറ്റ് നിന്നൂടെ? അള്ളാഹു പരലോകത്ത് നിൽക്കുന്നവരെ തൊട്ട് കാക്കട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി. നരകവാസികളിൽപ്പെട്ട 2 ചെറുപ്പക്കാര് നരകത്തിന്റെ മതിൽ ചാടി രക്ഷപ്പെട്ടു. വെളി ചാടി 2 പേര് നോക്കിയപ്പോ സ്വർഗം കണ്ടു. ഓടി സ്വർഗത്തിലേക്ക് ഓടുന്ന വഴിയിൽ മലക്കുകൾ പിടിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുവന്നു. 2 പേരെയും അള്ളാഹു നോക്കിയിട്ട് പറഞ്ഞു, വന്ന വഴിയെ തിരിച്ചു പോക്കോളാം, വന്ന വഴിയെ തന്നെ തിരിച്ചു പോക്കോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഒരു ചെറുപ്പക്കാരൻ പോടാന്ന് പറഞ്ഞു. അവനങ്ങ് പോയി, തിരിഞ്ഞു പോലും നോക്കിയില്ല, പൂക്കളഞ്ഞൊറ്റ പോക്ക്. എന്നാൽ 2ാമത്തെ ചെറുപ്പക്കാരോ അവൻ പോയില്ല. അവൻ അള്ളാന്റെ മുന്നിൽ നിന്ന് കരയുന്നുണ്ട്, അള്ളാനെ നോക്കുന്നുണ്ട്. അള്ളാഹ് പറഞ്ഞു, പോടാ, നിന്റെ കൂട്ടുകാരൻ പോയി, ഞാൻ പോകത്തില്ല പടച്ചവൻ, ഞാൻ പോകൂല. വാശി പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് കരയുന്നുണ്ട്, അള്ളാനെ നോക്കുക. ഇവന്റെ ഈ നോട്ടം കണ്ടിട്ട് അള്ളാഹു ചോദിച്ചു, നീ എന്തിനാടാ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? എന്താ ഇങ്ങനെ നോക്കണേ? ഇല്ല അല്ലാ, ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നത്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെ ഒന്നുമല്ല കരുതിയിരുന്നേ. അള്ളാഹു ചോദിച്ചു, നീ പിന്നെ എന്നെ കുറിച്ച് എന്താ കരുതിയിരുന്നേ? ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഈ നരകത്തിൽ നിന്ന് ചാടിയാ നീ പിടിക്കുമെന്ന് എനിക്കറിയാം. നിന്റെ കണ്ണ് വെട്ടിച്ചിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലാ. എന്നിട്ടും പിന്നെ ഞാൻ ചാടി വന്നത് എന്തിനെന്നറിയോ? അള്ളാഹുവേ, എനിക്കൊരു കാര്യം അറിയാം, നിന്റെ അടിമ എത്ര വലിയ ദ്രോഹം ചെയ്തവനാണെങ്കിലും അവൻ കരയുന്നത് നിനക്ക് ഇഷ്ടമല്ല. എത്ര വലിയ പാവിയാണെങ്കിലും അള്ളാഹുവേ, നിന്റെ അടിമ കരയുന്നത് നിനക്ക് ഇഷ്ടമല്ല. ഈ നരകത്തിന്റെ തീക്കകത്ത് നിന്ന് കേറി ഞാൻ നിന്റെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ കരച്ചല് കണ്ടിട്ട് കേറി സ്വർഗത്തിൽ പോടാ എന്ന് നീ പറയുമെന്ന് കരുതിയിട്ടല്ല ഞാൻ വന്നത്. നീ എന്നെ തിരിച്ച് നരകത്തിലേക്ക് തന്നെ പറഞ്ഞു വിടുകയാണോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അള്ളാഹുവിൽ ഒരു നല്ല പ്രതീക്ഷ വെച്ച ഒറ്റ കാരണം കൊണ്ട് ആ കൊടുംപാവിക്ക് അള്ളാഹു സ്വർഗം കൊടുത്തെന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകത്തിൽ കിടന്നവൻ അറിയായിരുന്നു, ഞാൻ അള്ളാന്റെ മുന്നിൽ പോയി കരഞ്ഞ അള്ളാഹ് എനിക്ക് സ്വർഗം തരുമെന്ന്. നിങ്ങൾ നിൽക്കണം സ്വർഗത്തില്ല. ഓന്റെ അത്രയും പോലും ഈമാൻ നിങ്ങളിൽ പലർക്കും ഇല്ലാതെ പോയി. അള്ളാഹു പുറത്തേരുമാറാകട്ടെ. അള്ളാഹു പുറത്തേരുമാറാകട്ടെ. ദുആ ചെയ്താൽ സ്വീകരിക്കൂലേ? ഇൻഷാ അല്ലാഹ് ഒന്നും വേണ്ട, സ്വീകരിക്കും അല്ലാഹ്. ഞാനൊരു ചെറുപ്പക്കാരനാ, 30 വയസ്സായിപ്പ.
മൈക്ക് കിട്ടുമ്പോ പൊട്ടം മാവിലെറിയുമ്പോ മാങ്ങ വീഴുന്ന പോലെ അള്ളാഹ് ഒരു അനുഗ്രഹം തന്ന ഉസ്താദന്മാരുടെ ഒക്കെ ദുആ കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. ആരുടെയും മനസ്സ് വേദനിപ്പിക്കണം അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. നിങ്ങളെ കുറിച്ച് ആരെ എനിക്കും അറിയില്ല, എന്നെ നിങ്ങൾക്കും അറിയില്ല. അപ്പൊ ആരെയും മനസ്സ് വേദനിപ്പിക്കണമെന്ന് കരുതിയിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ വഴുതു പറയാറുമില്ല. ഇവിടെ ആരുടെയെങ്കിലും മനസ്സിന് ഇനി വേദന ഉണ്ടാക്കണ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പൊരുത്തം ചോദിക്കുന്നു, പൊരുത്തപ്പെട്ട് തരിക. എന്നെ അള്ളാഹുവിന്റെ മുന്നിൽ പിടിച്ചു നിർത്തരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവും. എന്താപ്പാ 23 പേര് 313 രൂപ. എന്തായാലും അവിടെ ഒറ്റ സംഖ്യ കിട്ടിയല്ലോ. ദ്വാ ചെയ്യാം, എന്നെ ആരും നോക്കണ്ട. ദ്വാ ചെയ്യണം, ഞാൻ നിങ്ങളെക്കാളും താഴെയാണ്. നിങ്ങളെക്കാളും താഴെയാണ് ഞാൻ, എന്നെ നോക്കണ്ട. എന്നെക്കാളും നല്ലവര് നിങ്ങളാ. നിങ്ങളുടെ ആരുടെയെങ്കിലും ആമീൻ ഒന്നുമില്ലെങ്കിൽ ഈ സദക്ക, ഈ കൊച്ചു കുട്ടികളുടെ ആമീനെങ്കിലും അള്ളാഹു കബൂലാക്കും. എൻ്റെ മനസ്സിലുള്ളതൊക്കെ കരുത്. ഇന്ന് ജീവിതത്തിന്റെ അവസാനത്തെ രാത്രിയാണെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആമീൻ പറ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാൻ റഹീമായ ദയാലുവായ കരുണയുള്ള മലിക്കുൽ ജബ്ബാറായ ഗഫൂറായ അല്ലാഹ്, ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടാത്ത ഒരാട് പോലും ഈ സദസ്സിലില്ല റഹ്മാനെ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പാണ് റഹ്മാനെ. അല്ലാഹുവേ, ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ലേ പടച്ചവനെ. അല്ലാഹുവേ, നീ ഞങ്ങളെ ആട്ടിയോടിക്കല്ലേ റഹ്മാനെ. ഇനി പോകാൻ ഞങ്ങൾക്ക് വേറെ ഒരു ഇടമില്ല തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും നീ പുറത്തു തരണേ അല്ലാ. ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഞങ്ങൾക്ക് കുറ്റബോധമുണ്ട് റഹ്മാനെ. ഇനി ഞങ്ങൾ ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങില്ല തമ്പുരാനെ. നന്നാവാൻ ഒരവസരം കൂടെ തരണേ അല്ലാ. നന്നാവാൻ ഒരവസരം കൂടെ നീ ഞങ്ങൾക്ക് താ അല്ലാ. ഇവിടെ നിന്നിറങ്ങി പോകുമ്പോ ഞങ്ങളുടെ ഉമ്മ പ്രസവിച്ച മക്കളെ പോലെ യാത്രയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും രോഗികളാണ്, ശിഫ നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, അറുത്തു മുറിക്കുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. കഷ്ടപ്പെട്ട് സമ്പാദിച്ചു വെച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗം തരല്ലേ അല്ലാ. ക്യാൻസർ തരല്ലേ റബ്ബേ. ട്യൂമർ നൽകല്ലേ അല്ലാ. ഡയാലിസ് ചെയ്യേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ആരെയും ഈ ദുനിയാവിലിട്ട് നീ നരകിപ്പിക്കല്ലേ റബ്ബേ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം തരല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ ഞങ്ങളുടെ മരണം ആഗ്രഹിക്കല്ലേ റബ്ബേ. ഞങ്ങൾ നൊന്തുപറ്റ ഞങ്ങളുടെ മക്കള് ഞങ്ങൾ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും ഖബറിലാണ്, നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മരിച്ചവരെ വേദനിപ്പിക്കുന്ന മക്കളാക്കല്ലേ റബ്ബേ. ഞങ്ങളുടെ ഉമ്മയുടെയും ഉപ്പയുടെയും ഖബറിനകത്ത് നീ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവര് ഖബറിൽ കിടന്ന് ഞങ്ങളെ ശപിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഉമ്മ ഞങ്ങളെ ശപിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഉപ്പ ഞങ്ങളെ ശപിക്കല്ലേ അല്ലാ. പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കി തരണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ തരണേ അല്ലാ. ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നത് വെറുതെ ആക്കല്ലേ റബ്ബേ. ഞങ്ങളെ കണ്ണീര് കുടിപ്പിക്കുന്ന മക്കളെ തരല്ലേ പടച്ചവനെ. നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തുന്ന മക്കളെ തരല്ലേ. നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തുന്ന മക്കളെ തരല്ലേ റബ്ബേ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന മക്കളെ തരണേ അല്ലാ. പടച്ചവരെ, മാതാപിതാക്കളുടെ ജനാസ കുളിപ്പിക്കാൻ എടുത്തു വെക്കുമ്പോ നാട്ടുകാരെ തെണ്ടി നടക്കുന്ന മക്കളെ തരല്ലേ അല്ലാ. പടച്ചവരെ, ഞങ്ങളുടെ മയ്യത്തിന് ഇമാമത്ത് നിൽക്കാൻ അറിയുന്ന മക്കളെ തരണേ അല്ലാ. അല്ലാഹുവേ, കള്ളുകുടിയനെ ഞങ്ങളുടെ മയ്യത്തിന്റെ ഇമാമാക്കല്ല അല്ലാ. വ്യഭിചരിച്ച് നടക്കുന്നവനെ ഞങ്ങളുടെ മയ്യത്തിന്റെ ഇമാമാക്കല്ല റബ്ബേ. പലിശക്കാരനെ ഞങ്ങളുടെ മയ്യത്ത് നിസ്കാരത്തിൽ നീ പങ്കെടുപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ നീ നല്ല മരണം തരണേ അല്ലാ. നല്ല മരണം തരണേ റബ്ബേ. ഞങ്ങളുടെ മരണവേദന നീ കുറച്ചു തരണേ അല്ലാ. ഞങ്ങളാരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലോ റബ്ബേ. ഞങ്ങളാരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലോ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ,
ഞങ്ങളുടെ മയ്യത്ത് കണ്ടിട്ട് പോകുന്ന 40 പേര് ഞങ്ങളെ കുറിച്ച് നല്ലത് പറയണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ കുറിച്ച് 40 പേരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചിട്ട് മരിക്കാൻ ഭാഗ്യം തരണേ പടച്ചവനെ. അല്ലാഹുവേ, ഇവിടത്തെ ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഉഖ്റവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഈ 11:30 വരെ രോഗം പിടിച്ചിട്ട് പോലും ഈ സദസ്സിലിരുന്ന ഉപ്പമാരെ നീ മറക്കല്ലേ അല്ലാ. അല്ലാഹുവേ, നല്ല മരണം കൊടുക്കണേ അല്ലാ. നല്ല മരണം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ ചെറുപ്പക്കാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ മക്കളാക്കണേ അല്ലാ. നന്മയുടെ ഭാഗത്തൊരുമിക്കുന്നവരാക്കണേ അല്ലാ. തെറ്റ് കണ്ടാ തിരുത്തുന്നവരാക്കണേ അല്ലാ. പടച്ചവരെ, ഒരു നല്ല ഭാവിയും നല്ലൊരു ജീവിതവും നല്ല ഒരു ഇണയെയും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, എന്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ലേ റബ്ബേ. ഒരുപാട് വേദന സഹിച്ചവരാണ്, ഇനിയും നീ വേദനിപ്പിക്കല്ല അല്ലാ. അറുത്തു മുറിക്കുന്ന രോഗങ്ങൾ കൊടുക്കല്ല അല്ലാ. വെളിയിൽ പറയാ മടിക്കുന്ന രോഗങ്ങൾ കൊടുക്കല്ല അല്ലാ. ആ പാപികളെ നീ കണ്ണുനീര് കുടിപ്പിക്കല്ലേ പടച്ചവരെ. അല്ലാഹുവേ, പടച്ചവനെ, ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവരെയും നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ സദഖ ചെയ്തവർക്ക് മുഴുവനും അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. മൈക്ക് സെറ്റിന്റെ പ്രവർത്തകരെ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ക്യാമറയുടെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവിധ അഭിവൃദ്ധിയും നീ നൽകണേ തമ്പുരാനെ. ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ മുഴുവൻ ആൾക്കാരുടെയും മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരെ അപകട മരണം തരല്ലേ അല്ലാ. മയ്യത്ത് പോലും നല്ല രീതിയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ പിഞ്ചു മക്കളെ നീ യതീമീങ്ങളാക്കി കളയല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ നീ വിധവയാക്കല്ല റബ്ബേ. ഞങ്ങളുടെ ഭാര്യ നീ വിധവയാക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കരങ്ങൾ മരിക്കുവോളം ഒരാളുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. പടച്ചവരെ, വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയിരുന്നിട്ട് എന്റെ മക്കളെ കെട്ടിക്കാൻ പണമില്ല, മരുന്ന് വാങ്ങാൻ പണമില്ല, എന്തെങ്കിലും തരടേ എന്ന് പറഞ്ഞ് യാചിക്കേണ്ട അവസ്ഥ ഞങ്ങളുടെ ഭാര്യ മക്കൾക്ക് കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ, 5 നേരം നിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ഈ നെറ്റിത്തടം ഒരാളുടെ മുന്നിലും താഴ്ത്തേണ്ട അവസ്ഥ നീ തരല്ലേ അല്ലാ. ഇസ്സത്ത് നിലനിർത്തി തരണേ റബ്ബേ. ഇസ്സത്ത് നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങൾക്ക് ആർക്കും നീ അഹങ്കാരം തരല്ലേ അല്ലാ. റിയാ നൽകല്ലേ അല്ലാ. സൂയ നൽകല്ലേ അല്ലാ. ഖൗഫ് നൽകണേ അല്ലാ. ഖുശൂഅ് നൽകണേ അല്ലാ. തവാദുഅ് നൽകണേ അല്ലാ. ഞങ്ങളെ മുനാഫിക്കീങ്ങളിൽ പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവരെ, എത്രയോ നാളുകളായി പകലുകൾ കടന്ന് കഷ്ടപ്പെടുന്ന ഈ പരിപാടിയുടെ സംഘാടകരെ നീ മറക്കല്ലേ അല്ലാ. ആര് കൈയൊഴിഞ്ഞാലും നീ കൈയൊഴിയല്ല അല്ലാ. ആര് സഹായിച്ചില്ലെങ്കിലും നീ സഹായിക്കണേ അല്ലാ. ആര് കളിയാക്കിയാലും നീ അവരെ കളിയാക്കല്ലേ അല്ലാ. അവരുടെ ലക്ഷ്യങ്ങൾ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് സഹോദരിമാർ ഈ സദസ്സിലുണ്ട്. ഞങ്ങളെ നീ സ്വർഗത്തിലെ കൂട്ടുകാരാക്കണേ അല്ലാ. സ്വർഗത്തിലെ കൂട്ടുകാരാക്കണേ അല്ലാ. പടച്ചവനെ, എന്റെ പല പരിപാടികളുടെയും സംഘാടകർ ഈ സദസ്സിലുണ്ട്. അവരെ നീ വിജയിപ്പിക്കണേ അല്ലാ. എല്ലാ സഹായവും നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, റബ്ബേ, ഈ ദുആയ കബൂലാക്കണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ ദുആയ നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, എൻ്റെ വാപ്പ 6 അടി മണ്ണിനകത്താണ്. ആ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. എൻ്റെ ഉമ്മയ്ക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എൻ്റെ കൂടപ്പിറപ്പുകളെ അനുഗ്രഹിക്കണേ അല്ലാ. എൻ്റെ ഭാര്യ നീ സാലിഹത്താക്കി തരണേ അല്ലാ. അല്ലാഹുവേ, എൻ്റെ പൊന്നുമോനെ ഹാഫിലാക്കണേ അല്ലാ. എൻ്റെ പൊന്നുമോനെ നീ ഹാഫിലാക്കി തരണേ അല്ലാ. പടച്ചവനെ, ഈ ശബ്ദം നിലനിർത്തി തരണേ റബ്ബേ.
അഹങ്കാരം തരല്ലേ അല്ലാ. ജനങ്ങള് വലിയ വാഴ് പറയുന്നവനാണെന്ന് പറയാൻ വേണ്ടി പ്രസംഗിക്കുന്നവനാക്കല്ലേ അല്ലാ. പടച്ചവനെ, മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് വേദനകളും പ്രയാസങ്ങളും ഉണ്ട്. നീ എന്നോട് കരുണ കാണിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ജീവിതത്തിൽ ചെയ്യാനുള്ള ഭാഗ്യം കൂടെ തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ ദുആയ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ സദസ്സിൽ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവർക്കൊക്കെ നീ നല്ല ഭാവിയും നല്ലൊരു വിജയവും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാൻ. അല്ലാഹുവേ, ഈ ദുആയ നീ സ്വീകരിക്കണേ അല്ലാ. ദുആ ചെയ്യുന്നവനിലേക്ക് നോക്കാതെ ആമീൻ പറയുന്നവരിൽ ആരുടെയെങ്കിലും കണ്ണീരിന് പകരം ഈ ദുആയ സ്വീകരിക്കണേ തമ്പുരാൻ. അല്ലാഹുവേ, നംഷാദ് എന്ന ഒരു ചെറുപ്പക്കാരൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് തന്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ ജീവിത മാർഗങ്ങൾ നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, രോഗിയായ ഒരു ചെറുപ്പക്കാരൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആ പൊന്നുമോനോട് നീ കരുണ കാണിക്കണേ അല്ലാ. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവരുടെയും കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ആയുസ്സിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ആരോഗ്യത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഈമാനിൽ ബർക്കത്ത് നൽകണേ അല്ലാ. നീ നൽകിയ എല്ലാ നല്ല കാര്യങ്ങളിലും ബർക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, നീ നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മുഴുവനും നീ മരിക്കുവോളം നിലനിർത്തി തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, സ്വാലിഹ് എന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, അല്ലാഹുവേ, ആ ഉസ്താദിനെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, തന്റെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധ ഖൈറു ബർക്കത്തും നീ ചൊരിയണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് പിരിയുകയാണ്. ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞങ്ങൾ കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മഅദനി ഉസ്താദിന് നീ മോചനം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. എത്ര കൊല്ലമായല്ലാ, നീ കരുണ കാണിക്കണേ അല്ലാ. നീ കരുണ കാണിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ ദുആ ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ദുആക്കല്ലേ അല്ലാ. ഈ ഒരുമിച്ച് കൂടൽ ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ഒരുമിച്ച് കൂട്ടലാക്കല്ലേ അല്ലാ. ഈ രാത്രി ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാക്കല്ലേ അല്ലാ. പടച്ചവനെ, ഇന്നിവിടെ നിന്ന് പിരിഞ്ഞ് നാളെ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചു പോയാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ റബ്ബ്. ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ നാഥാ. اللهم رب ارحمهما كما ربونا صغارا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين صلى الله على محمد صلى الله على محمد صلى الله عليه اللهم صل على محمد يا رب صل. സമയം താമസത്തിൽ ക്ഷമ ചോദിക്കുന്നു എല്ലാവരും ഒരു കൂടപ്പറപ്പിനെ പോലെ കരുതി ദുആ ചെയ്യുക. അല്ലാഹു ഇനിയും കാണാൻ ആയുസ്സ് നൽകട്ടെ. വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.